എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഞാൻ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. നത്തോലി മീൻപീരയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ചെറിയ നത്തോലിയാണ് മേടിച്ചിരിക്കുന്നത്. കൊഴുവ എന്ന് പറയില്ലേ, കൊഴുവേനെ മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ആണ് മേടിച്ചത്. പക്ഷെ അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാമോളം കുറയും. അപ്പോൾ ഒരു 400 ഗ്രാമിൻ്റെ ഒരു അളവ് ഇതിപ്പോൾ ഉണ്ടാവുള്ളൂ. 1/2 കിലോ നമ്മൾ മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോൾ 400 ഗ്രാമോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണത് ഞാൻ മൺകലത്തിലാണ്, നമ്മുടെ മീൻകറിയൊക്കെ വെക്കണ കലത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക്, ഇത് ചൂടാക്കിയിട്ടില്ല, ചട്ടിയിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നാളികേരം ചിരകി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ മീന് വേണ്ടിയിട്ട്, അതായത് 350 മുതൽ 400 ഗ്രാം വരെയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 500 ഗ്രാമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.25 കപ്പ് വരെ നാളികേരം എടുത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളക് എരിവനുസരിച്ചിട്ട് എടുത്തോളൂ. ചെറിയ ഉള്ളി വേണം, ഒരു 10 മുതൽ 12 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഏകദേശം ഒരു 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി ഇതുപോലെ നുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചതച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കഷ്ണങ്ങളായിട്ട് ചെറിയ പീസുകളായിട്ട് നുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കണേ. ഇതെല്ലാം കൂടിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ശരിക്കും ഇത് ഒരു ഓറഞ്ചിഷ് കളറിലും ഉണ്ടാക്കിയെടുക്കും, യെല്ലോ കളറിൽ ഉണ്ടാക്കിയെടുക്കും, റെഡ് കളറിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ കിട്ടും നമുക്ക്. ഞാൻ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറിന് സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. യെല്ലോ കളറിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. പുളിക്കനുസരിച്ചിട്ട് കുടംപുളിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ കുടംപുളീനെ ഒരു 1/2 മുതൽ 3/4 കപ്പ്, 3/4 കപ്പിൽ കൂടുതൽ വെള്ളം വേണ്ട, 1/2 മുതൽ 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് കുടംപുളീനെ അതിനകത്ത് കുതിർത്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ വെള്ളം അടക്കമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ പീര എന്ന് പറയുന്നത് ഒരു സാമ്പാറിൻ്റെ വെള്ളത്തിലേക്ക് ആയി പോകും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്നങ്ങോട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഈ നാളികേരം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കണത് ശ്രദ്ധിക്കണം. 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ കൊഴുവേനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ കുടംപുളീനെ ഈ വെള്ളം അടക്കം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിനകത്തേക്ക് അങ്ങനെ ഡ്രൈ ആണെങ്കിലും ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. കുറവാണെങ്കിലും കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് വച്ച് കഴിഞ്ഞാലും തന്നെ പിടിച്ചോളും. അപ്പോൾ ഇതിൻ്റെ ഈ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടത്. അപ്പോൾ ഇത് വേണ്ട, നിങ്ങൾക്ക് യെല്ലോയിഷ് കളറിലാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറിന് ഒഴിവാക്കിക്കോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിനെ തീ കത്തിക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. മാക്സിമം ഒരു 15 മിനിറ്റ്സ് വരെ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിതിനെ ഒന്ന് സ്റ്റൗ കത്തിച്ച് വയ്ക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. 4 സൈഡിൽ നിന്നും തിള വന്നതിന് ശേഷം തീ ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം.
പിന്നെ ഒരു ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഈ ചിരട്ടക്കതിൻ്റെയൊക്കെ കണഭാഗം വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കയ്യിലിനെക്കാട്ടിലും നല്ലത് അതായിരിക്കും മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഒന്ന് കുറയ്ക്കുകയാണ്. കുറച്ചിട്ട് അതിനെ ഇതാ മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചില്ലിൻ്റെ പാത്രം എടുത്തതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ വെള്ളം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം തീരെ കുറയാനും പാടില്ല. എന്നാൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ മീൻ പീര വേറൊരു സ്റ്റൈലിലോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇനിയും ഒരു 10 to 15 മിനിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പീരയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി. ഇനി ആ മിഡിൽ ഭാഗത്ത് ഇതാ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് തന്നെ ഇതിനെ വാഴയില വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. പക്ഷേ നമുക്കിത് അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. എൻ്റെ മീൻ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നോൺ സ്റ്റിക്ക് പാത്രം പോലെ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഒരുപാട് നേരിട്ട് മിക്സ് ചെയ്യരുത്. ഞാനിതുപോലെ കോർക്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. കാരണം ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതങ്ങനെ എല്ലാം ഒന്നും ഉടഞ്ഞിട്ടില്ല. കുറച്ച് എന്തായാലും ഉടഞ്ഞു പോകും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. അതും കൂടി വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിനെ ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു. പിന്നെ ഞാൻ തീയെ കുറച്ചിട്ടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് പിന്നെ ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോളണം. വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് മീൻ പീരയിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് വരിക. അപ്പോൾ വെള്ളം 1/2 മുതൽ 1/4 കപ്പ് വരെ, 1/4 കപ്പ് മാക്സിമം കേട്ടോ. ചിലപ്പോൾ 1/2 കപ്പൊക്കെ ആവശ്യം വരുള്ളൂ. അത് നമ്മളുടെ നാളികേരത്തിലും മീനിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വരുത്തണം. 1/2 കപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ പീര, നത്തോലി പീര വറ്റിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.